രാജു തന്റെ വീടിന്റെ മുൻപിലായി ഉള്ള മരത്തിന്റെ താഴെ ഇരുന്നു കൊണ്ട് തന്റെ അച്ഛനോട് സംസാരിക്കുകയായിരുന്നു. അച്ഛാ, നിങ്ങൾ ആ സമയത്ത് കഴിവുള്ളവനായി എടുക്കാം. പക്ഷേ ഇക്കാലത്തിൽ ബുദ്ധിശാലിത്തനം എന്താണെന്ന് വെച്ചാൽ പൈസ, പിന്നെ ബുദ്ധി ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാനുള്ള വഴിയാണ്. നിങ്ങൾ എപ്പോഴും കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോനെ, കഴിവിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പ്രശ്നമില്ലാതെ വിജയിക്കുന്നതാണ്, ശബ്ദമില്ലാതെ തീർവ് കാണുന്നത്. കാശ് കുറെ പേരുടെ അടുത്തും ഉണ്ടാവും, പക്ഷെ കഴിവ് എല്ലാവരുടെ അടുത്തും ഇരിക്കില്ല. പക്ഷെ എന്തിനാ നിങ്ങൾ പൈസക്കാരനാവാത്തത്? ഇപ്പൊ വരെ അതേ പഴയ കട്ടിൽ, അതേ മരത്തിന്റെ നിഴലാണ്. അപ്പോഴാണ് രാജുവിന്റെ അമ്മ ചമ്പ അവിടേക്ക് വന്നത്. രാജു, ആരെങ്കിലും തന്റെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കുമോ? നിന്റെ അച്ഛൻ ഈ ഗ്രാമത്തിൽ എത്ര പേരെ സഹായിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയില്ല. ശരി അമ്മേ, നിങ്ങൾ രണ്ടുപേരും തന്നെ കാണും. ഗ്രാമത്തിൽ ഞാൻ പിസ്സ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യും. ശരിക്കുള്ള ഐഡിയ എന്താണെന്ന് ഇത് തന്നെ പറയും. ഗ്രാമത്തിൽ പിസ്സയോ? ഗ്രാമത്തിലെ ജനങ്ങൾ ഭർത്ത റൊട്ടി കളിക്കുന്നത്. നിങ്ങൾ ഇതിൽ തലയിടണ്ട. ഞാൻ സ്ഥലം വിൽക്കും, എന്തെങ്കിലും വലുതായിട്ട് ചെയ്യും. ഇത് കേട്ടിട്ട് ചമ്പ തന്റെ ഭർത്താവ് ഗണേശനോട് പറഞ്ഞു, ദേ നോക്കൂ, നമ്മുടെ മകന്റെ സ്വപ്നം എന്താണോ അത് ചെയ്യാൻ അവനെ അനുവദിക്കൂ. കട്ടിലിൽ ഇരിക്കുന്ന ആളാണ് തലവൻ ബലിയ സിംഗ്. എടാ ഗണേഷ്, നീ എന്തിനാ സ്ഥലം വിൽക്കുന്നത്? എന്റെ മകൻ എന്താ പറയുന്ന വെച്ചാൽ ഇനി കൃഷിയല്ല, പിസ്സ വിൽക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ അവന്റെ ബുദ്ധിയിൽ മണ്ണാണ് ഉള്ളത്. ഗ്രാമത്തിൽ പിസ്സയോ? ഗണേഷ് വേറെ വഴിയില്ലാതെ അതേ എന്ന് സമ്മതിച്ചു. സിറ്റിയിലെ വേഷം ധരിച്ചിരിക്കുന്ന ഒരു പെൺ അവരുടെ വീട്ടിനകത്തേക്ക് വന്നു. അച്ഛാ നോക്കൂ, ഇവളാണ് നട്ടാഷ. ഹോട്ടൽ മാനേജ്മെന്റിൽ എന്റെ കൂട്ടുകാരിയാണ്. അതുമാത്രമല്ല, ഞാൻ ഇവളെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത്. ദേ നോക്കൂ മോനെ, കല്യാണത്തിന് മുൻപേ പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ താമസിക്കാൻ പാടില്ല. വൈകുന്നേരം ക്ഷേത്രത്തിൽ ഗണേഷ് പിന്നെ ചമ്പ രാജുവിനും നടാശയ്ക്കും കല്യാണം കഴിപ്പിച്ചു. നടാശ രാജുവിനോട് പറഞ്ഞു ഫോറിൻ സ്റ്റൈലിൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ. രാജു, ഇപ്പോൾ നല്ലൊരു റെസ്റ്റോറന്റ് തുടങ്ങേണ്ട സമയമാണ്. ഇത് ഗ്രാമത്തെ മക്കളുടെ ആലോചനയെ മാറ്റാനുള്ള സമയമാണ്. റെസ്റ്റോറന്റിൽ തിക്കും തിരക്കുമായിരുന്നു. ഒരുപാട് യൗവനക്കാർ വന്ന് പിസ്സ കഴിച്ചുകൊണ്ടിരുന്നു. വലിയ സിറ്റിയിലുള്ള രുചി പോലെ ഉള്ളത്. ചീസും രുചിയായിട്ടുണ്ട്, പക്ഷേ കുറെ അധികമായിട്ടുള്ളത് പോലുള്ളത്. ഇതിന്റെ മേലെ ഭർത്ത ഉണ്ടെങ്കിൽ ശരിക്കും ഉള്ള രുചി കിട്ടും. 2-3 ദിവസങ്ങൾക്ക് ശേഷം കസ്റ്റമർ വരുന്നത് നിന്നു. രാജുവും നടാശയും കണക്ക് നോക്കുകയായിരുന്നു. രാജു, കാശൊക്കെ തീർന്നുപോയി. ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കാൻ പോലും കയ്യിൽ കാശില്ല. എല്ലാവറ്റിനും റെസ്റ്റോറന്റിൽ ഇട്ടു. ഇപ്പോൾ രാജു, ഇപ്പോൾ തക്കാളിയും പന്നീരും വാങ്ങിക്കാൻ പോലും കാശില്ല. വെയിറ്ററിന് എങ്ങനെ ശമ്പളം നൽകും? ഗ്രാമത്തിലെ ജനങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല. അപ്പോഴാണ് രാജുവിന്റെ ഗ്രാമത്തിലുള്ള ബൽറാം ഒരു തന്ത്രമായ ചിരിയോടെ അവിടേക്ക് വന്നത്. എന്താണ് കാര്യം രാജു? നിന്റെ മുഖം കാണുമ്പോൾ വളരെ വിഷമത്തിലുള്ളത് പോലല്ലേ ഉള്ളത്. നിങ്ങളോട് എന്താ പറയാനാ ബൽറാം ചേട്ടാ? അച്ഛന്റെ സ്ഥലത്തിനെ വിറ്റ് ഞങ്ങൾ നിങ്ങളുടെ ഈ സ്ഥലം വാങ്ങിയതാണ്. ഞങ്ങൾ എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ പിസ്സ റെസ്റ്റോറന്റ് ഗ്രാമത്ത് മാർക്കറ്റിൽ നന്നായിട്ട് പോകും എന്ന് വിചാരിച്ചു. 2-3 ദിവസങ്ങൾ എല്ലാം നന്നായി പോയി. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഗ്രാമത്തിലെ കസ്റ്റമേഴ്സ് വരുന്നത് കുറഞ്ഞു പോയി. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒട്ടും തന്നെ കാശില്ല. ഇത് ചിന്തിച്ച് എന്റെ തല വേദനിക്കാൻ തുടങ്ങുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ചേടാ, എന്തിനാ വിഷമിക്കുന്നത് രാജു? ഒരു കാര്യം ചെയ്, നീ എന്റെ അടുത്ത് പൈസ കടം വാങ്ങിച്ചോളൂ. വേണ്ട ബൽറാം ചേട്ടാ. അല്ല രാജു മോനെ, എന്തിനാ വിഷമിക്കുന്നത്? കാശ് വാങ്ങിച്ചോ, റെസ്റ്റോറന്റ് നന്നായിട്ട് പോകുമ്പോൾ തിരിച്ചു തന്നേക്ക്. പലിശ ഒന്നും വേണ്ട. ഗ്രാമത്തിലെ എല്ലാവരും സ്വന്തക്കാരല്ലേ. ഇത്രത്തോളം സഹായിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട്? ഇവിടെ നോക്കുമോളെ, എന്റെ ഗ്രാമത്തിന് നല്ലത് നടന്നാൽ മനസ്സ് സന്തോഷിക്കല്ലേ. രാജു ആ കാശ് വാങ്ങി. എല്ലാ വശവും ശാന്തമായിരുന്നു. ചെയറൊക്കെ ഗാലിയായിരുന്നു. ഈച്ചകൾ പറന്നുകൊണ്ടിരുന്നു. കസ്റ്റമർ വരുന്നതിനുള്ള യാതൊരു സൂചനയും ഇല്ല. ഇത് എന്താ പിസ്സ എന്നെ? വയറ് നിറയുന്നില്ല, അത് കഴിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മളുടെ ഭർത്താവിലുള്ള രുചി അത് ഈ തക്കാളിയുള്ള റൊട്ടിയിൽ എങ്ങനെ ഉള്ളത്? ബൽറാം ഒരുപാട് ദൂരെ നിന്ന് റെസ്റ്റോറന്റ് നോക്കിക്കൊണ്ടിരുന്നു. രാജുവും നടാശയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ബൽറാം വന്നത്. അദ്ദേഹം രാജുവിനോട് പറഞ്ഞു, രാജു, ഞാൻ നിനക്ക് പൈസ കടനായിട്ട് തന്നില്ലേ? ഇപ്പോൾ അത് എനിക്ക് പലിശയോട് തിരിച്ചു വേണം.
നിങ്ങൾ എന്താ പറയുന്നത് ബൽറാം ചേട്ടാ? നിങ്ങൾക്ക് പലിശ വേണ്ടാമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? നീ കഴിവുള്ളവനല്ല, മുട്ടാളാണ് രാജു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എപ്പോഴും രാജുവിന്റെ അച്ഛൻ ഗണേശനോട് എപ്പോഴും അസൂയത്തിലുള്ളവനാണ്. കാരണം ഗ്രാമത്തിൽ എല്ലാവരും ഗണേശന്റെ കഴിവിനെയാണ് സംസാരിക്കും. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം അറിഞ്ഞത്. ഗണേശന്റെ മകൻ രാജു ഗ്രാമത്തിൽ അവന്റെ അച്ഛന്റെ സ്ഥലം വിട്ട് റെസ്റ്റോറന്റ് തിരക്കാൻ പോവുകയാണെന്ന്. അതും പിസ്സ റെസ്റ്റോറന്റ്. എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി അച്ഛന്റെ പേര് മകൻ കെടുക്കുമെന്ന്. ഇക്കാര്യത്തിൽ എന്റെ പങ്കും ഇരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ എന്താ പറയുന്നത്? അത് എന്താന്ന് വെച്ചാൽ, ഞാൻ നിനക്ക് കടനായിട്ട് പൈസ തന്നില്ലേ? ഒരു പക്ഷേ ആ പൈസ എനിക്ക് ഒരു മാസത്തിൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നിന്റെ ഈ റെസ്റ്റോറന്റും പിന്നെ ഈ സ്ഥലമും എന്റേതായി പോവും. പിന്നെ തീരുമാനം നിന്റെ കയ്യിലാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് വളരെ അഹങ്കാരത്തോടെ ബൽറാം അവിടെ നിന്നും പോയി. ബൽറാം അവിടെ നിന്ന് പോയതും തന്നെ രാജുവിന്റെ അച്ഛൻ ഗണേശ് തല കുനിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. നീ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവற்றைയും ഞാൻ കേട്ടു. നീ റെസ്റ്റോറന്റ് വെക്കണമെന്ന് ബൽറാമിന്റെ സ്ഥലത്തിനെ വാങ്ങണമെന്ന് തീരുമാനിച്ചപ്പോൾ അപ്പോൾ തന്നെ ഞാൻ നിന്നെ തടഞ്ഞു. പക്ഷെ നീ കേട്ടില്ല. അത് മാത്രമല്ലാതെ നീ എന്നോട് സംസാരിക്കാതെ അവന്റെ അടുത്ത് പലിശയ്ക്ക് പണം വാങ്ങിയിട്ടുണ്ട്. ബൽറാമിനെ എന്നോട് അസൂയ ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറയാനായിട്ട് ഞാൻ നിന്നോട് ട്രൈ ചെയ്ത് നോക്കി. അവൻ നിന്നെ അഴിക്കണമെന്ന് തീർച്ചയായും മുയற்சி ചെയ്യും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അച്ഛാ. ഇപ്പോൾ ഒന്നുമില്ലാതെ പോയി. ബൽറാം പലിശയോട് പൈസ ചോദിക്കുന്നു. ഒരു മാസത്തിനകത്ത് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ പിന്നെ റെസ്റ്റോറന്റും പോവും, പിന്നെ വീടും പോവും. ഇതുവരെ നീ നിന്റെ ഇഷ്ടപ്പടി നടന്നു. ഇപ്പോൾ എന്റെ മുറയാണ്. ഇനി ഞാൻ എന്താ പറയുന്നോ അതാണ് നീ ചെയ്യും. ശരി അച്ഛാ. നാളെ മുതൽ കിച്ചണിൽ ഭർത്ത ഉണ്ടാക്കണം, ബ്രിഞ്ചാലിട്ട്. പിന്നെ ആ ഭർത്ത പിസ്സയിൽ ഉണ്ടാവണം. അതിന്റെ പേര് ഭർത്ത പിസ്സ. അച്ഛാ, ഭർത്ത ഉള്ള പിസ്സ എവരും കഴിക്കില്ല. ഇത് ഗ്രാമമാണ്, ഇവിടെ എവരും പിസ്സ കഴിക്കില്ല. പക്ഷേ ഭർത്ത എല്ലാവർക്കും വേണം. നമ്മൾ രണ്ടയും കലർന്നാൽ അവർ മനസ്സിനെയും രുചിയെയും നമ്മൾ ജയിക്കും. ഭർത്ത പിസ്സ തയ്യാറാകാൻ തുടങ്ങി. കുർക്കുറെ ബേസ്, കത്തിരിക്ക ഭർത്ത, ഫ്രഷായ മസാല, പിന്നെ മല്ലിയും. ഗ്രാമത്തിലെ മമത ആന്റി ആദ്യത്തെ കഷ്ണം കഴിച്ചു. എന്റെ ദൈവമേ, എന്തോ റൊട്ടിയിൽ പാർദയിട്ടതുപോലെയുണ്ട്. പക്ഷേ കുർക്കുറ വളരെ നന്നായിട്ടുണ്ട്. പതുക്കെ പതുക്കെ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. കുറച്ചു ദിവസത്തിനകം റെസ്റ്റോറന്റ് തിരക്കുള്ളതായി. എല്ലാ വശത്തും ചിരിയും സന്തോഷവുമായിരുന്നു. എല്ലാ ടേബിളിലും ഭർത്ത പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ വീട്ടിലുള്ള രുചി ഇതിലുമുണ്ട്. ഗ്രാമത്തില് പിസ്സ ഇങ്ങനെയും ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. രാജുവും നടാശയും കിച്ചണിൽ വളരെ ബിസിയായിരുന്നു. ബൽറാം ദൂരെ നിന്ന് റെസ്റ്റോറന്റിലുള്ള തിരക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഗണേഷ് വീണ്ടും അവന്റെ കഴിവ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നടാശയും രാജുവും റെസ്റ്റോറന്റിൽ നിന്നും ഒരു ബാഗോടെ ബൽറാമിനടുത്തേക്ക് വന്നത്. ബൽറാമിന്റെ മുഖം ചുരുങ്ങിപ്പോയി. രാജു ആ ബാഗ് ബൽറാമിന് നൽകിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഇതാ നിന്റെ കാശ്, പലിശയോടൊപ്പമുള്ളത്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയിരിക്കട്ടെ, ആരോടും അസൂയ കാണിച്ച് നമ്മൾ ഒന്നിലും വിജയിക്കാനാവില്ല. അസൂയപ്പെടുന്നവൻ സ്വയം നശിച്ചു പോകും. ഇത് കേട്ടിട്ട് ബൽറാം നാണിച്ച് ആ സ്ഥലത്തു നിന്നും പോയി. ഗണേഷ് കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് രാജുവിന്റെ മൊബൈൽ റിംഗ് ആയത്. ഹലോ, പറയൂ. NDTV നിന്നോ? അതെയാണ്. ഭർത്ത പിസ്സ ലീലാപൂരിൽ നിന്ന് തുടങ്ങിയത്. രാജു, ദേ നോക്ക്, സോഷ്യൽ മീഡിയയിൽ ഫുഡ് ഫ്ലാഗിൽ നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. രണ്ടുപേരും അതിശയിച്ചു പോയി. ഒരു വലിയ ഫംഗ്ഷൻ നടന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ കൂടി നിൽക്കുകയായിരുന്നു. സ്റ്റേജിൽ രാജുവും നടാശയും നിൽക്കുകയായിരുന്നു. താഴെ ഗണേശും ചമ്പാത്തായി നിൽക്കുകയായിരുന്നു. ചമ്പാത്തായി രാജുവിനടുത്തേക്ക് വന്നു. മോനെ, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ബുദ്ധികൂർമ്മയുടെ അർത്ഥം? അതെ അമ്മേ, ഇപ്പോൾ മനസ്സിലായി. ശരിക്കുള്ള ബിസിനസ് എന്താണെന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ചെയ്യണം. എന്റെ അച്ഛനെ പോലെയുള്ള വലിയ ബിസിനസ് ഗുരുവിനെ ഞാൻ ഇപ്പോൾ വരെ കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഗ്രാമത്തിലെ ജനങ്ങളെ നോക്കി രാജു എന്തു പറഞ്ഞെന്നാൽ, എന്റെ അച്ഛൻ ഗണേഷ് പ്രസാദ് ഒരു കഴിവുള്ള കൃഷിക്കാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു വിഷണറിയാണ്. ഇന്ന് ഉള്ള ആ ഭർത്ത പിസ്സ എന്റെ അച്ഛന്റെ കണ്ടുപിടിപ്പാണ്. അവിടെ നിന്ന് എല്ലാരും കൈ തട്ടി. ഗണേഷ് ഇപ്പോഴും കട്ടിലിൽ കിടക്കുകയായിരുന്നു. കുട്ടികൾ സന്തോഷത്തോടെ റെസ്റ്റോറന്റിൽ നിന്നും പുറത്തു വരുന്നു. ദൂരെ ഭർത്ത പിസ്സ എന്ന ബോർഡ് തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. പവനും സോനുവും സഹോദരങ്ങളായിരുന്നു. അവരുടെ അമ്മ മരിക്കുന്നതിനു മുൻപ്
പവന്റെ കയ്യിലേക്ക് സോനുവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു. കാരണം പവൻ മിടുക്കനായിരുന്നു, എന്നാൽ സോനു ഒരു വികലാംഗനും. എന്റെ മക്കളെ, ഞാനിപ്പം മരിക്കാറായി. എനിക്കെപ്പോഴും സോനുവിനെ ഓർത്താണ് വിഷമം. ഇവൻ ഒരു പാവത്താനാണ്. ഇവൻ ഈ വയ്യാത്ത കാലം വെച്ചെങ്ങനെ ജീവിക്കുന്നോർത്ത് വിഷമിക്കുക ഞാൻ. ഇവനൊരു പഞ്ചപാവമാണല്ലോ എന്ന് ഓർക്കുമ്പോ. അമ്മ എന്തിനാ അങ്ങനെ പറയുന്നത്? മോനെ, ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും ഒരു ദിവസം മരിക്കും. എന്റെ സമയവും അടുത്തിരിക്കുക മക്കളെ. ഞാൻ നിങ്ങളുടെ അച്ഛന്റെ അടുത്തേക്ക് പോകാനായി. പവൻ, ഞാൻ എന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിനക്ക് തന്നിട്ട് പോകുക. നമ്മുടെ കൃഷിസ്ഥലം ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും കൃഷി ചെയ്യണം. ജീവിക്കാൻ വേണ്ടത് കണ്ടെത്തേണ്ടത് നീയാണ് മോനെ. അമ്മയില്ലെങ്കിലും സോനുവിനെ നന്നായി നോക്കണം നീ. ഇതും പറഞ്ഞുകൊണ്ട് സോനുവിന്റെയും പവന്റെയും അമ്മ മരണമടഞ്ഞു. സോനുവിന് നല്ല സങ്കടം വന്നു. പവന് അമ്മ മരിച്ചതിൽ സങ്കടമുണ്ടായിരുന്നുവെങ്കിലും അവന് ഭയങ്കര സന്തോഷവും തോന്നി. അതിന് കാരണം അവനിപ്പോൾ കൃഷി ചെയ്യാനുള്ള സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അവന്റെ ജീവിതം കുറച്ചുകൂടെ നന്നായി തന്നെ വരും. അമ്മ പോയത് പോയി, പക്ഷേ എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്റെ തലയിലിട്ടിട്ടാ പോയത്. ഈ ഞൊണ്ടൻ സോനുവിനെ ഞാൻ എത്ര കാലം എന്റെ തലയിൽ ചുമക്കണം? എനിക്കും ഒരു കുടുംബം ഉണ്ടാവും, കുട്ടികളും ഭാര്യയും ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ മന്ദബുദ്ധി സോനുവിനെ ജീവിതകാലം മുഴുവൻ ചുമക്കണോ? ഇല്ല, ഞാനതൊന്നും ചെയ്യാൻ പോകുന്നില്ല. പവൻ ആലോചിച്ചുകൊണ്ടിരുന്നു എങ്ങനെ സോനുവിനെ തന്നിൽ നിന്നും ഒഴിവാക്കാമെന്ന്. അപ്പോഴവന്റെ കുരുട്ടു ബുദ്ധിയിൽ ഒരാശയം വന്നു. അവൻ വേഗം തന്നെ സോനുവിനോട് സങ്കടപ്പെട്ട് പറയാൻ തുടങ്ങി. നോക്ക് സോനു, അമ്മ നമ്മളെ ഇട്ടിട്ട് പോയി. നിന്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. നമുക്കിത്രയും വലിയ വയലില്ലേ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ നോക്കി നടത്താനാ ഇതൊക്കെ? എനിക്കാണെങ്കിൽ കൃഷി ചെയ്യാനും അറിയില്ല. ഇത്രയും വലിയൊരു വയൽ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? കൃഷിപ്പണിയാണെങ്കിൽ ഞാൻ പഠിച്ചിട്ടുമില്ല. കാരണം അമ്മയോടൊപ്പം ഞാൻ ഇതുവരെ പണിക്കിറങ്ങിയിട്ടില്ല. എന്നാൽ നീയാണെങ്കിൽ എപ്പോഴും അമ്മയോടൊപ്പം വയലിലുണ്ടായിരുന്നതല്ലേ? അമ്മ എന്നെ കൃഷി ചെയ്യാൻ സമ്മതിച്ചിരുന്നുമില്ല. എപ്പോഴും പഠിക്കാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ തന്നെ കൃഷിപ്പണിയൊക്കെ നോക്കിക്കൊള്ളാം. ചേട്ടൻ നന്നായി പഠിച്ചാൽ മാത്രം മതി. സോനു, നീ എത്ര നല്ലവനാടാ. നീ കൃഷി ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചപ്പോ എന്റെ തലയിൽ നിന്ന് വലിയൊരു ഭാരമാടാ ഒഴിഞ്ഞത്. നീ കൃഷി നോക്കിക്കോ, ഞാൻ നന്നായി പഠിച്ചോളാം. ചേട്ടൻ ഒരു ടെൻഷനും വേണ്ട. ഞാൻ വയലിലേക്ക് പോകട്ടെ. അവനൊരു ക്രച്ചസിന്റെ സഹായത്തോടെ കൃഷി ചെയ്യാൻ തുടങ്ങി. തന്റെ കൃഷിയിടത്തിൽ അവൻ വെള്ളക്കടലയും ഗോതമ്പും അങ്ങനെ മറ്റു പലതും നട്ടുപിടിപ്പിച്ചു. അതെല്ലാം വളരെ നന്നായി തന്നെ വളർന്നു വന്നു. അത് കണ്ട് സോനു ഒത്തിരി സന്തോഷിച്ചു. കാരണം അവന്റെ പ്രയത്നം ഫലം കാണുകയായിരുന്നു. അവൻ പതിയെ പതിയെ പവന്റെ അടുത്തേക്ക് ചെന്നു. ഒന്ന് നിക്കടാ, എന്തിനാ ഇങ്ങനെ ഓടുന്നേ? ആകാശം വല്ലതും ഇടിഞ്ഞു വീഴാൻ പോകുന്നുണ്ടോ ഇങ്ങനെ ഓടാനായിട്ട്? ശരിക്കും നടക്കാൻ പോലും പറ്റാത്തവനാ ഇപ്പൊ പറക്കുന്ന പോലെയാ ഓടി വരുന്നത്. ചേട്ടാ, കാര്യം തന്നെ അങ്ങനത്തെയാ. നോക്ക്, എന്റെ അധ്വാനം ഫലം കണ്ടു. വിളവ് എത്ര നന്നായിട്ടുണ്ടെന്ന് അറിയാമോ? കാറ്റിൽ ഇങ്ങനെ ആടുന്നത് കാണാൻ തന്നെ എന്ത് രസമാ. കടലയും ഗോതമ്പും നന്നായി തന്നെ വിളഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം. ആണോ? സത്യമായും? പവൻ ഗോതമ്പും കടലയും വിളഞ്ഞു നിൽക്കുന്നത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ അവന്റെ ആ ദുഷ്ട മനസ്സിൽ അത്യാഗ്രഹവും അസൂയയും കടന്നു വന്നു. ഈ സോനു കൂടെയുണ്ടെങ്കിൽ എനിക്കിതിന്റെ പകുതി ഇവന് കൊടുക്കേണ്ടതായിട്ട് വരും. എങ്ങനെയെങ്കിലും കുറച്ച് ഗോതമ്പും കടലയും കൊടുത്ത് ഇവനെ ഒഴിവാക്കണം. നോക്കു സോനു, നീ അധ്വാനിച്ചു, നല്ല കാര്യം തന്നെ. പക്ഷേ എത്ര നാൾ ഞാൻ നിന്നെ നോക്കണം? നീ നിന്റെ ഭാഗമായിട്ടുള്ള കടലയും ഗോതമ്പൊക്കെ എടുത്ത് എന്നെ ഒന്ന് ഒഴിവാക്കിത്താ. ചേട്ടൻ എന്താ ഈ പറയുന്നത്? അമ്മ മരിക്കും മുമ്പ് പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെന്നല്ലേ? അമ്മ ഇപ്പൊ ഈ ലോകത്തില്ലല്ലോ. നീയും എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു താടാ. പവൻ സോനുവിനെ അവിടെ നിന്നും ഇറക്കി വിട്ടു. സോനു ആകെ വിഷമിച്ച് ഒരു നദിയുടെ കരയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനായ അനിൽ അങ്ങോട്ട് വന്നത്. അവൻ സോനു വിഷമിച്ചിരിക്കുന്നത് എന്താണെന്ന് അന്വേഷിച്ചു. സോനു എല്ലാ കാര്യങ്ങളും അനിലിനോട് തുറന്നു പറഞ്ഞു. അവന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ അനിൽ അവനോട് തന്റെ വീട്ടിലേക്ക് വരുവാൻ ആവശ്യപ്പെട്ടു. എടാ, എന്റെ ചേട്ടനെ പറ്റി ഞാനിങ്ങനെ കരുതിയിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഇനി ഈ ലോകത്തിൽ ആരെ ആശ്രയിച്ച് ഞാൻ ജീവിക്കും? ഈ കുറച്ച് കടലയും കുറച്ച് ഗോതമ്പും കൊണ്ട് ഞാൻ എന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ശരിക്കും എന്റെ ചേട്ടനെയും കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു വികലാംഗനും മന്ദബുദ്ധിയുമായ എന്നെ കൂടെ നിർത്തിയിട്ട് ചേട്ടൻ എന്ത് കിട്ടാനാ? എടാ, നീ ഇത്ര ടെൻഷനൊന്നും ആവണ്ട. നീ മന്ദബുദ്ധിയൊന്നുമല്ല, സാധാരണ മനുഷ്യൻ തന്നെയാ.
പിന്നെ എല്ലാവർക്കും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാൻ കഴിയണമെന്നൊന്നുമില്ല. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ? നീ അധികം വിഷമിക്കാതെ എന്റെ വീട്ടിലേക്ക് വാ. അമ്മ ഇന്ന് നല്ല ദാൽ പക്വാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അവനോടൊപ്പം ചെല്ലാൻ വിസമ്മതിച്ചിട്ടും അനിൽ സോനുവിനെ നിർബന്ധിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി. വീട്ടിലെത്തിച്ച് അവന് പരിപ്പ് കൊണ്ടുള്ള ആ വിഭവം കഴിക്കാൻ കൊടുത്തു. അത് സോനുവിന് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ. കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുകയാ. ഞാൻ ഇതുവരെ ഇത്ര സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചിട്ടേയില്ല. എന്റെ മനസ്സിലൊരു ആശയമുണ്ട്. എന്തുകൊണ്ട് നീ കയ്യിലുള്ള ഗോതമ്പും കടലപ്പരിപ്പും ഈ ദാൽ പക്വാൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ല? അതായത് എനിക്കത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണോ? എനിക്കതിനൊരു സ്ഥലം പോലും ഇല്ലല്ലോ. നീ അതോർത്ത് വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. അനിൽ സോനുവിനെ സഹായിച്ചു. അങ്ങനെ സോനു പരിപ്പ് കൊണ്ടുള്ള ആ വിഭവം ഉണ്ടാക്കി. പക്ഷെ ആ കടയിലേക്ക് ആരും തന്നെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു വയസ്സായ സ്ത്രീ അവിടേക്ക് വന്നത്. അവർ അവനോട് ഭക്ഷണം ചോദിച്ചു. അമ്മേ, ഇന്ന് കട തുറന്നതേ ഉള്ളൂ. ഇതുവരെ ആരും വന്നിട്ടില്ല. നിങ്ങളാണ് കടയിലേക്ക് ആദ്യമായിട്ട് വന്ന ആൾ. നിങ്ങൾക്ക് എന്തായാലും ഞാൻ ദാൽ പക്വാൻ കഴിക്കാൻ തരാം. പക്ഷെ മോനെ, ഇന്ന് നിന്റെ കച്ചവടത്തിന്റെ ആദ്യ ദിവസമല്ലേ? ഭക്ഷണത്തിന് പകരമായി നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല മോനെ. നിങ്ങളുടെ കയ്യിൽ വില മതിക്കാനാവാത്ത ഒന്നുണ്ടല്ലോ. അത് നിങ്ങൾ തരുന്ന അനുഗ്രഹമാണ്. നിങ്ങൾ എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. എന്നിട്ട് ഈ ദാൽ പക്വാൻ കഴിച്ചാലും. അവർ ആ ദാൽ പക്വാൻ കഴിച്ച് സന്തുഷ്ടയായി. അവർ അവരുടെ സഞ്ചിയിൽ നിന്നും കുറച്ച് കടലപ്പരിപ്പെടുത്ത് കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ നിനക്ക് തരാനായി പണമായിട്ടൊന്നും തന്നെ ഇല്ല മോനെ. പക്ഷേ ദാ ഈ കടലപ്പരിപ്പുണ്ട് എന്റെ കയ്യിൽ. ഇതെന്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് നീ ഇത് സൂക്ഷിച്ചുകൊള്ളൂ. ഇതിൽ കുറച്ചെടുത്ത് നീ ഉണ്ടാക്കുന്ന വിഭവത്തിൽ ചേർക്കണം. ഇതും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം സോനു വീണ്ടും ഭക്ഷണമുണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ആ ഭിക്ഷക്കാരി കൊടുത്ത പരിപ്പ് കൂടി അതിലേക്ക് ചേർത്തു. ദാൽ പക്വാൻ റെഡിയായ ഉടനെ തന്നെ പുറത്ത് ആളുകൾ ക്യൂ നിൽക്കുന്നതാണ് അവൻ കണ്ടത്. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല കച്ചവടവും നടന്നു. അവന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് എത്ര വരുമാനമാ കിട്ടിയത്? ഇന്നലെ വരെ ഒരു കസ്റ്റമർ പോലും വന്നിട്ടില്ലായിരുന്നു. ഇതെല്ലാം നിന്റെ സത്യസന്ധതയുടെ ഫലമാ. നീ ആ ഭിക്ഷക്കാരിക്ക് ദാൽ പക്വാൻ കൊടുത്തില്ലേ? അതിനു പകരമായി അവരാ കടലപ്പരിപ്പും തന്നില്ലേ? ഇതെല്ലാം അതിന്റെ പ്രഭാവം കൂടിയാ. അവരാ കടലപ്പരിപ്പിന്റെ രൂപത്തിൽ അനുഗ്രഹമാ നിന്നിൽ ചൊരിഞ്ഞത്. അതുകൊണ്ട് നീ ഇനി കൈവെക്കുന്നതെല്ലാം പൊന്നായി മാറും. അവരുടെ അനുഗ്രഹത്തിലൂടെ നീ രക്ഷപ്പെടാൻ പോവാ. സോനു ഈ വാക്കുകൾ കേട്ട് ഒരുപാട് സന്തോഷിച്ചു. അവൻ തന്റെ പരോപകാരം തുടർന്നുകൊണ്ടേയിരുന്നു. അവനുണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവരും വയറു നിറച്ച് കഴിച്ചു കഴിഞ്ഞും ബാക്കിയായി കഴിയുമ്പോൾ അവനത് വീടുകളിൽ അടുപ്പ് പുകയാത്ത ദരിദ്രരായവർക്കിടയിൽ കൊണ്ടുപോയി പങ്കുവെച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ പട്ടിണിയുള്ള വീടുകളിൽ ഭക്ഷണം എത്തിച്ചു കൊടുത്ത് അവരുടെ അനുഗ്രഹവും നേടി. പിന്നീട് അധികം താമസിയാതെ സോനു വലിയൊരു ധനികനായി മാറി.